ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് മെസ്സി ആയി കിടക്കുന്ന ഈ ബെഡ്റൂം നമുക്കൊന്ന് വൃത്തിയാക്കി എടുത്താലോ. നമ്മൊന്ന് ക്ലീൻ ആക്കിയിട്ടുള്ള റൂമാക്കി എടുക്കാം. വലിയ കാര്യമായിട്ടൊന്നുമില്ല, നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റണം. അതുപോലെ ഈ കണ്ണാടിയുടെ ഫ്രണ്ടിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒക്കെ ഒരു വൃത്തിയേടായി കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ 5K ആവാൻ പോവാണ് കേട്ടോ. കുറച്ച് സബ്സ്ക്രൈബേഴ്സും കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് 5K ആവും. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഓരോ ഭാഗത്തുനിന്ന് ക്ലീൻ ചെയ്ത് തുടങ്ങാം കേട്ടോ. ഇത് കുഞ്ഞിൻ്റെ അലമാരയാണ് കേട്ടോ. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് മുകളിലൊക്കെ ആയിട്ട് ഓരോ സാധനങ്ങളൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ളിലേക്ക് എടുത്ത് വെക്കാൻ കേട്ടോ. അപ്പോൾ അവിടെയും നമുക്ക് അപ്പം കിട്ടുന്നതൊക്കെ അവിടെ വെച്ചായിട്ട് പോവുകയാണ് ചെയ്യാറ്. അതുപോലെ തന്നെ ഈ കണ്ണാടിയുടെ ഫ്രണ്ടിൽ നമുക്ക് ഇതേപോലെ നമ്മൾ എന്താണോ അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ അത് അവിടെ വെച്ചായിട്ട് പോവാം. അപ്പോൾ ആകെ മെസ്സി ആയി കിടക്കുകയെന്ന് തന്നെ പറയാം. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ആകെ ഞാൻ മൊത്തം ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. അതിനുശേഷം ഈ കണ്ണാടിയിലും ഒരുപാട് പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മുഖം ഒന്ന് നോക്കുമ്പോൾ ഒന്ന് ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഞാനിത് ന്യൂസ് പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ ഇത് വൃത്തിയാക്കുന്നത്. ന്യൂസ് പേപ്പറും കൊണ്ട് കണ്ണാടി തുടക്കുകയാണെങ്കിൽ നന്നായിട്ട് വെട്ടിത്തിളങ്ങും കേട്ടോ. അങ്ങനെ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ഏകദേശമൊക്കെ ഇവിടുത്തെ ഞാനിത് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ഈ ഒരു ഭാഗം കഴിഞ്ഞു, മറ്റേ ഭാഗം കഴിഞ്ഞു. ഇനിയുള്ളത് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അതുപോലെ തന്നെ നമ്മളിവിടെ കർട്ടന് ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഊരി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നുകൂടെ ഒന്ന് ഇട്ട് നോക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോനൊന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അവൻ ഉറങ്ങുന്ന സമയത്താണ് നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഗൈസ്, നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലുള്ളൂ കേട്ടോ നമുക്കിതിൽ മുന്നേറാൻ കഴിയുന്നത്. അപ്പോൾ ഇത്രയും ആക്കി തരുന്ന ഫാമിലിയോട് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഇനി കുറച്ചും കൂടെ ആയിക്കഴിഞ്ഞാൽ 5K ആവുന്നതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് 5K അല്ലേന്ന്, പക്ഷേ ഇതിൽ കയറി 5K ആവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ ഒരു ഭാഗത്ത് ഞാൻ കർട്ടൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ 2 കളറായിട്ടാണ് കേട്ടോ ഈ റൂമിലുള്ളത്. അപ്പോൾ ഞാൻ ഇപ്പുറം ഭാഗത്തും കൂടെ ഇടണമല്ലോ, അപ്പോൾ അതിനുള്ളതാണ്. അപ്പോൾ അതൊക്കെ അഴിച്ച് സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ നാൾക്ക് ശേഷം കർട്ടനൊക്കെ ഇട്ടപ്പോൾ വേറെ എന്തോ ഒരു ഇരുട്ടൊക്കെ ആയ പോലെ എനിക്ക് ഫീൽ ചെയ്തു റൂം. എനിക്കതിന് ഭയങ്കര വെളിച്ചമൊക്കെയാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ 2 സൈഡും ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റണം. ആകെ കണ്ടില്ലായിരുന്നു. അപ്പം ഞാൻ പുതപ്പൊക്കെ ഒന്ന് മടക്കി വെച്ച് സെറ്റ് ചെയ്യാൻ കേട്ടോ. ചിലർക്കുണ്ടല്ലോ ക്ലീനിങ് പരിപാടികൾ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഭയങ്കര ഇൻട്രസ്റ്റോടെ ചെയ്യും. എനിക്കിങ്ങനെ ഓരോ ടൈമിലാണ് എനിക്കിഷ്ടമാവുക കേട്ടോ. എനിക്കോരോ മൂഡുണ്ടാകുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് സംഭവം ഉണ്ടല്ലോ, ഇത് പ്രഗ്നൻസി പില്ലാണ് കേട്ടോ. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു എനിക്ക് ആ സമയത്ത്. ഇപ്പം ഇത് മോനാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുക്കുന്നത്. അവൻ ഉറങ്ങുന്ന സമയത്ത് അവൻ്റെ സൈഡിലായിട്ട് വെച്ച് കൊടുക്കാറാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു കംഫർട്ടായിട്ട് കിടക്കും. അപ്പോൾ ഇതിൻ്റെ ബെഡ്ഷീറ്റ് ഞാൻ മാറ്റിയാണ് കേട്ടോ. ബെഡ്ഷീറ്റിൻ്റെ താഴെ ഉള്ളത് ഒരു വാട്ടർ പ്രൂഫ് ആയിട്ടുള്ളത് ഒരു ഷീറ്റാണ് അതെ. അപ്പോൾ ഇനി ബെഡ്ഷീറ്റ് വിരിക്കാമെന്ന് പറയുന്നത് ഒരു ടാസ്ക്കാണ്. കാരണം കുഞ്ഞ് ഉറങ്ങുന്നതുകൊണ്ട് തന്നെ എനിക്ക് നേർക്ക് വിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. ഈ ഒരു ബെഡ്ഷീറ്റിൻ്റെ ഭാഗം കൂടെ കഴിഞ്ഞാൽ നമ്മുടെ റൂം വൃത്തിയാക്കൽ കഴിഞ്ഞു. അപ്പോൾ ഈ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ തന്നെ ക്ലീൻ ചെയ്ത് വെച്ചാൽ തന്നെ റൂം നന്നായിട്ട് ക്ലീൻ ആയ പോലെ തന്നെ നമുക്ക് തോന്നും. അപ്പോൾ നമ്മൾ എണീറ്റ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആകെ ചുളിഞ്ഞും ഇതായിട്ടൊക്കെ ഇരിക്കുമായിരിക്കുമല്ലോ. ഈ പ്രഗ്നൻസി പില്ലുണ്ടല്ലോ നല്ല സുഖമാട്ടോ നമുക്കിത് കിടന്നുറങ്ങാൻ. എനിക്ക് പ്രഗ്നൻസി ടൈമിലും ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ഇപ്പോഴും കിടക്കാനൊക്കെ ഇപ്പം മോനാണ് വെച്ച് കൊടുക്കാറുള്ളതിനും അതിൽ വന്ന് കിടക്കാനൊക്കെ ഭയങ്കര സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മുടെ ബെഡ്ഷീറ്റും എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫൈനൽ ലുക്ക് കാണാം കേട്ടോ. അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഇല്ലല്ലോ, എന്നാലും ഇങ്ങനെ മൊത്തം മറ്റേന്ന് കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ കർട്ടൻസും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എന്തുണ്ടെങ്കിലും കമൻറ്റും കൂടെ ചെയ്തോളൂ കേട്ടോ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ ടാറ്റാ, ബൈ.